ഫെബ്രുവരി ഫെബ്രുവരി മാസം 19 തീയതി ക്രിസ്തുവർഷം 2024 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയിൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം ഓരോ ബുധനാഴ്ചയും നൽകുന്ന പുതിയ പുതിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതേസമയം തന്നെ സന്ദേശം കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായന എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിന് അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. കാരണം അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവാണ്. അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഈ ദൈവത്തെയാണ് ഞങ്ങൾക്ക് അനുസരിക്കേണ്ടത്. ഈ ദൈവത്തെയാണ് ഞങ്ങൾ മഹത്വപ്പെടുത്തേണ്ടത്. ഈ ദൈവത്തിനുമായിട്ടുള്ള ബന്ധമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അത് പുത്രമുഖാന്തരം അത് ലഭ്യമാക്കി. കർത്താവ്, ഇതെല്ലാം ഞങ്ങളിതിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് വിശ്വാസമേ പരിഗണിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചന പഠനത്തെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഈ വർഷം നാം തുടങ്ങിയത് 90-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിൽ നിന്നാണ്. അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നാം ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ്, പർവ്വതങ്ങളും ഭൂമിയും ഉണ്ടാക്കുന്നതിന് മുമ്പ് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഇതാണ് പാലാരിവട്ടം ബൈബിൾ ചർച്ചിൻ്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഞങ്ങളുടെ അടിസ്ഥാനം. രണ്ടാമത്തെ അടിസ്ഥാനം, ഈ ദൈവം സംസാരിച്ചു. തൻ്റെ മഹത്വത്തിനായിട്ടുള്ള ദൈവിക പദ്ധതി ദൈവം ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കിയാണ്. ആ ചരിത്രം നമുക്ക് വ്യക്തമായും കൃത്യമായും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് തിരുവചനം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രാധാന്യം, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ വായിച്ച വേദഭാഗങ്ങൾ നാം ഓർക്കുകയാണെങ്കിൽ 2 തിമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയും അല്പമായി പഠിക്കുകയും ചെയ്തു. അതിൽ പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ അത് പ്രയോജനമുള്ളതാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുമ്പോൾ നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം തൻ്റെ വചനത്തിൽ താൻ നൽകിയിരിക്കുകയാണ്. 2 പത്രോസ് 1-ാം ലേഖനത്തിൻ്റെ 20-ഉം 21 വാക്യങ്ങളും ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ച് എഴുതപ്പെട്ടതാണ് പ്രവചനങ്ങൾ. ദൈവവചനം അപ്രകാരമാണ്. അങ്ങനെ പുതിയതും പഴയതുമായിട്ടുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ, അതിൻ്റെ പ്രാധാന്യം, അതുവഴി ദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവത്തിൽ വിശ്വസിക്കാനും ഏറ്റവും പ്രധാനമായിട്ട് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ ഒരുക്കിയിരിക്കുന്ന ഇത്ര വലിയ രക്ഷ നമുക്ക് സ്വായത്തമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അത് ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന മാർഗം അത് വിശ്വാസമാണ് എന്നുകൂടെ ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്ര വലിയ രക്ഷ, അതുപോലെ തന്നെ ദൈവം ഇത്ര വലിയ സ്നേഹം തൻ്റെ പുത്രനിൽ നമ്മളോട് കാണിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും സുപ്രസിദ്ധമായ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ
ദൈവം നമ്മളെ ഇത്രമാത്രം സ്നേഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. തൻ്റെ പുത്രനെ നൽകി അവൻ വിശ്വസിക്കുന്ന അവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പോൾ അങ്ങനെ വലിയ ഒരു രക്ഷ വലിയൊരു വ്യക്തിയിൽ പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ രക്ഷ അത് തൻ്റെ പുത്രനിലാണ്, അത് യേശുക്രിസ്തുവിലാണ്, അവൻ്റെ കാൽവരി മരണത്തിലാണ്, അവൻ്റെ ഉയർപ്പിലും പുനരുദ്ധാനത്തിലും സ്വർഗാരോഹണത്തിലും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന പരിശുദ്ധൻ അയച്ചതിലും ആണ് എന്നുള്ളതാണ് അതിൻ്റെ ദൈവിക രഹസ്യങ്ങൾ. ഇന്ന് നാം വായിച്ച വേദഭാഗം പറയുന്നത് ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോലെ എങ്ങനെ തെറ്റി ഒഴിയുമെന്നുള്ളതാണ്. എന്നാൽ എബ്രായ ലേഖനം 1-ാം അധ്യായം തുടങ്ങുന്നത് ദൈവം അരുളി ചെയ്തു എന്നുള്ള വാക്കുകൊണ്ടാണ്. ദൈവം പ്രവാചകന്മാരി പിതാക്കന്മാർക്ക് അരുളി ചെയ്തു. അപ്പോൾ ഗോഡ് സ്പോക്ക് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം സംസാരിച്ചു എന്നുള്ളത് ഈ ദൈവത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പരമപ്രധാനമായിട്ടുള്ള ഒരു അറിവ് തന്നെയാണ്. സംസാരിക്കുന്ന ദൈവമാണ്, നാം പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ദൈവമാണ്, നമ്മുടെ മലയാളം നന്നായിട്ട് അറിയാവുന്ന ദൈവമാണെന്ന് ഓർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വല്ലവരും എഴുതി തരുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതല്ല ശരിയായിട്ടുള്ള പ്രാർത്ഥന. ആ ദൈവമായിട്ടും സൃഷ്ടാവുമായിട്ടുള്ള നിരപ്പ് പ്രാപിച്ച് ദൈവമായിട്ട് യേശുക്രിസ്തു മുഖാന്തരം വിശ്വസിച്ച് അവനുമായിട്ടുള്ള ബന്ധം ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചതിന് ശേഷമുള്ള സംസാരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് ദൈവവചന പ്രകാരമാണ് എങ്കിൽ, ദൈവേഷ്ടപ്രകാരമാണെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം കേൾക്കും. അപ്പം അങ്ങനെ ദൈവം സംസാരിച്ചു എന്ന വാക്യം കൊണ്ടാണ് നാം ഒന്നാം അധ്യായത്തിന് 1-ാം വാക്യം ആരംഭിക്കുന്നത്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട്, അതാണ് ആദ്യത്തെ പ്രസ്താവന. അപ്പോൾ ഇത് മലയാളത്തിലേക്ക് നാം പരിഭാഷപ്പെടുത്തുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തും അതിൻ്റേതായ പരിമിതികൾ നമുക്കുണ്ട്. അതുകൊണ്ട് ആ പരിമിതികളെ മാറ്റുവാൻ തക്കവണ്ണമുള്ള ഒരു പഠിപ്പിക്കലായിരിക്കണം ദൈവവചന പഠനം. ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ദൈവം പഴയ നിയമം എന്ന് പറയുന്ന 29 പുസ്തകങ്ങൾ 39 പുസ്തകം 39 പുസ്തകങ്ങളും പുതിയ നിയമം 27 പുസ്തകങ്ങളാണ്. ഈ പഴയ നിയമത്തിൽ ദൈവം എഴുതിയിരിക്കുന്ന സംസാരിച്ച വിഷയങ്ങൾ അത് പിതാക്കന്മാരോട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത വാക്കുകളാണ്. എന്ന് 2-ാം വാക്യത്തിൽ പറഞ്ഞ് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പം പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു പറയുമ്പോൾ പിതാവായ ദൈവം തന്നെ പുത്രൻ വഴിയാണ് ഈ പുതിയ നിയമ വെളിപ്പാടുകൾ നമുക്ക് നൽകിയിരിക്കുന്നത്, അരുളി ചെയ്തിരിക്കുന്നു. അവനെ പിന്നെ അതിന് ശേഷം ഈ പുത്രനെ സംബന്ധിച്ച 7 പരമപ്രധാനമായിട്ടുള്ള വെളിപ്പാടുകൾ ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എബ്രായർ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനമായും പുതിയ നിയമത്തിൽ പുത്രൻ മുഖാന്തരം സംസാരിച്ച 2-ാം വാക്യത്തിലെ 2-ാം വാക്യം പുതിയ നിയമത്തെ കുറിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. പുത്രൻ പാപത്തിന് ശാശ്വതമായ പരിഹാരം ചെയ്തിരിക്കുകയാണ്. അനാദിയും ശാശ്വതവുമായ ദൈവം പാപിയായ മനുഷ്യന് വേണ്ടി തൻ്റെ പുത്രനിൽ പാപത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം കാണുന്നത് പാപമല്ല അത് വിഷയം. കാരണം പാപത്തിന് പരിഹാരം ശാശ്വതമായ പരിഹാരം വരുത്തിയിരിക്കുകയാണ്. ഈ പുത്രനെ സംബന്ധിച്ച് നിങ്ങൾ കേൾക്കുന്നത് അത് എത്ര ശ്രദ്ധയോട് നിങ്ങൾ കരുതുന്നു എന്നുള്ളതാണ്. ഇത് വളരെ പരമാർത്ഥമായ വേദപുസ്തകത്തിലെ ഒരു പ്രസ്താവനയാണ്. ഇന്ന് ഒരു വ്യക്തി അവൻ്റെ വിശ്വാസം അത് ആരിലാണോ എന്തിലാണോ എന്നുള്ളതിനാണ് അവൻ്റെ നിത്യത തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ പുത്രൻ സംസാരിക്കുക മാത്രമല്ല, സൂത്രൻ നമുക്ക് വേണ്ടി
അവൻ ആരാണ് എന്നും അവൻ നമുക്ക് എന്ത് ചെയ്തും എന്നുള്ള കാര്യങ്ങളും ദൈവം നമുക്ക് വെളിപ്പാടായിട്ട് നൽകിയിട്ടുണ്ട്. അതാണ് എബ്രായ ലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ പുത്രൻ പാപത്തിന് ശാശ്വതമായ പരിഹാരം ചെയ്തിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൻ്റെ ഗൗരവമാണ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഇത് എത്ര ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട വിഷയമാണ്. ഇത്ര വലിയ രക്ഷ, അതിന് ഒരുപാട് സാക്ഷികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് കേട്ടവർ സാക്ഷി നിന്നതുമായ, അങ്ങനെ ദൈവവും പുത്രനും തൻ്റെ അപ്പസ്തോലന്മാരും പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷികൾ നിന്നുകൊണ്ട് പുത്രനിൽ ദൈവം രൂപീകരിച്ചിരിക്കുന്ന ശാശ്വതമായ പാപപരിഹാരം, അതാണ് ആത്മീയ രക്ഷ എന്ന് പറയുന്നത്. അതാണ് ഒരു വലിയ രക്ഷ എന്ന് പറയുന്നത്. ആ രക്ഷ നമ്മൾ ഗണിക്കാതെ പോയാൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതിന് ചില ഉദാഹരണങ്ങൾ അവിടെ പറയുകയാണ്. 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതൻ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിന് അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ. അപ്പോൾ ആദ്യത്തെ ഒരു പ്രഖ്യാപനം എങ്ങനെയാണ്? ദൈവം പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരമാണ്. ആ കാര്യങ്ങൾ ലംഘനത്തിന് അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം, ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോകരുത്. എന്ന് പറഞ്ഞാൽ ഗണ്യമാക്കണം. അത് ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും കാക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതാണ് ലേഖനക്കാരൻ നമ്മളോട് പറയുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വൈര്യപ്രവർത്തകളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശോധന നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. ഇവിടെ ആരൊക്കെയാണിത് നമുക്ക് സാക്ഷീകരിക്കുന്നത്? ഒന്ന് കർത്താവ്, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്, പുത്രൻ. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ദൈവം തന്നെ ചെയ്ത കാര്യങ്ങളാണ്, സാക്ഷി നിന്നു. പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് തൻ്റെ പുത്രനുള്ള ശാശ്വതമായ പാപപരിഹാരം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇത് ഗണ്യമാക്കണം. ഇത് പരമപ്രധാനമായൊരു വിഷയമാണ്. നമ്മുടെ ആത്മീയ രക്ഷ, നമ്മുടെ നിത്യത ആരുടെ കൂടെ എവിടെ ചിലവഴിക്കും എന്നുള്ളത് ഇന്ന് തീരുമാനിക്കേണ്ടതാണ്. നമ്മുടെ ബുദ്ധി പോയി, നമ്മുടെ ബോധം പോയി, നമുക്ക് ആരോഗ്യമില്ലാതെയായി, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരുന്ന സമയത്തിന് മുമ്പ് ഈ കേട്ട വചനം, നിങ്ങളെ കേൾപ്പിച്ച വചനം ആരും തന്നെ കേൾക്കാതെ പോയിട്ടില്ല. ലോകമെമ്പാടും സുവിശേഷം അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു ആരാണ്, അവൻ്റെ കാൽവരി മരണം എന്താണ്, അത് ആർക്ക് വേണ്ടി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ശത്രുക്കൾക്ക് പോലും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ അവർ ഗണ്യമാക്കുന്നില്ല. അതുകൊണ്ട് ശിക്ഷയിൽ അകപ്പെടുമെന്നുള്ളത് പരമപ്രധാനം. ഞാൻ പറയുന്ന വാക്കുകളല്ല, ദൈവവചനം പറയുന്ന വാക്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ 4 പ്രധാനപ്പെട്ട സാക്ഷികളെക്കുറിച്ച് പറഞ്ഞു. കർത്താവ്, ദൈവം, പരിശുദ്ധാത്മാവ്, മാത്രമല്ല കേട്ടവർ. ഇത് കേട്ടവർ, ഈ സുവിശേഷം കേട്ടവർ, അവർ സാക്ഷ്യം നിന്നു. നമുക്ക് അപ്പസ്തോലന്മാർ എങ്ങനെയാണ്? ഒരു പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പരിശുദ്ധ സ്നാനം ലഭിച്ചവർക്ക് അവർ പറഞ്ഞ സാക്ഷ്യങ്ങൾ അത് രേഖപ്പെടുത്തി നമുക്ക് വേദപുസ്തകം നൽകിയിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് സാക്ഷ്യമാണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അത്ഭുതകരമായ കൃപയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എത്രയോ അത്ഭുതാവഹമാണ്. എന്നിട്ടും മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാൻ, സഭയെ പ്രീതിപ്പെടുത്തുവാൻ എത്രയോ സമയമാണ് ചിലവഴിക്കുന്നത്. എന്നതിൽ നിന്ന് ഉറപ്പുണ്ടോ? സ്ഥിരതയുണ്ടോ? രക്ഷയുടെ ഉറപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് പരിഗണിക്കണമെന്ന് തന്നെയാണ് എബ്രായ ലേഖനോട് ഒത്ത് ഞങ്ങളും പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ രക്ഷ
ഗണ്യമാകാതെ പോയാലുള്ള ഭവിഷ്യത്തുകൾ ഓർപ്പിക്കുകയാണ് എബ്രായക്കാരൻ ചെയ്യുന്നത്. ഇത് നമ്മൾ പരിഗണിക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, നമ്മുടെ പ്രാർത്ഥനയിലും, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം തൻ്റെ പുത്രനിൽ ചെയ്ത പാപപരിഹാരം അത് നമുക്ക് ഓർമ്മ വിഷയമായിരിക്കണം, പ്രാർത്ഥനയിൽ വിഷയമായിരിക്കണം. അത് കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ദൈവവചനം കേൾക്കുക മാത്രമല്ല, വിശ്വസിക്കുകയും ശ്രദ്ധയോടെ കരുതുകയും വേണം. കാരണം ദൈവത്തിൻ്റെ വചനമാണ്, ദൈവം ചെയ്ത കാര്യങ്ങളാണ് നമ്മൾക്കിവിടെ വെളിപ്പെടുത്തി തരുന്നത്. ദൈവം എന്നെ സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾ ശ്രദ്ധേയമാണ്. 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അത് ശ്രദ്ധിക്കുക. ഓരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം. അതുപോലെ തന്നെ നമ്മൾ വായിച്ച വിഷയങ്ങളാണ്. കർത്താവ് പറഞ്ഞു തുടങ്ങി, ദൈവം അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികൾ ഉറപ്പിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു തുടങ്ങി. തുടക്കം, ആരംഭം അദ്ദേഹമാണ്, ദൈവം തന്നെയാണ്, കർത്താവാണ്. രണ്ടാമത് ദൈവം അത് ഉറപ്പിച്ചു തന്നു. ഉറപ്പ്. നാം ദൈവത്തെ വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ ആരെ വിശ്വസിക്കും? എന്നാൽ ഇന്ന് സർവ സഭകളിലും ആ സഭ പറയുന്ന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്, ദൈവം പറഞ്ഞ കാര്യങ്ങളല്ല. ദൈവത്തേക്കാൾ വലിയ സഭയും ആയിരിക്കണം. കാരണം ഒരു അംഗങ്ങൾ കൂടി 12 പേർ തുടങ്ങിയ സഭ, 12 അപ്പസ്തലന്മാർ മാത്രം, യഹൂദന്മാർ മാത്രമായിരുന്നു ആദ്യത്തെ സഭ. ഇന്ന് അത് ഏകദേശം വിവിധ ബൈബിൾ ഉപയോഗിക്കുന്ന സഭകളെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 കോടിയിലധികം, 200 അതിലപ്പുറം കോടികൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുണ്ട്. ആരും തന്നെ ഇതിലെത്ര പേര് ഈ ദൈവവചനത്തിൻ്റെ അധികാരത്തിന് കീഴിൽ, ദൈവത്തിന് കീഴിൽ ഈ രക്ഷയെ ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ കർത്താവ് പറഞ്ഞു തുടങ്ങി, ദൈവം ഉറപ്പിച്ചു നൽകി. നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു അത്ഭുതങ്ങൾ, അത് അമാനുഷികമായ, അത് ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന അത്ഭുതങ്ങളാണ്. അങ്ങനെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 7 അത്ഭുതങ്ങളവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യമായിട്ട് കാനായിലെ കല്യാണം, അതിന് വെള്ളം വീഞ്ഞാക്കിയത്, അത് ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരിച്ച ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളാലും ഉറപ്പിച്ചു തന്നു. പരിശുദ്ധാത്മാവിൽ നൽകി സാക്ഷ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. അതുപോലെ കേട്ടവർ ഉറപ്പിച്ചു തന്ന കാര്യം. ഇങ്ങനെ വളരെ നമുക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം ശക്തമായ ഒരു പുസ്തകമാണ്, ഗുണമുള്ള പുസ്തകമാണ്, നമുക്ക് പ്രയോജനമുള്ള ഒരു പുസ്തകമാണ്, നിത്യരക്ഷ ഉറപ്പാക്കുന്ന ദൈവത്തിൻ്റെ പുസ്തകമാണ് ബൈബിൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഇത്ര വലിയ രക്ഷ. കർത്താവ് പറഞ്ഞു തുടങ്ങിയത് വീര്യപ്രവർത്തകരായ ദൈവം തന്നെ നമുക്ക് ഉറപ്പിച്ചു തന്ന, പരിശുദ്ധാത്മാ സാക്ഷ്യം തന്ന, കേട്ടവർ സാക്ഷ്യം തന്ന ഇത്ര വലിയ രക്ഷ, ഇതിനെ നമ്മൾ പരിഗണിക്കണം, കരുതണം എന്നുള്ളതാണ്. എന്നാൽ എബ്രായ ലേഖകൻ 1-ാം അധ്യായത്തിൽ, എബ്രായയിൽ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ, 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും 3-ാം വാക്യവും നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പുത്രനെക്കുറിച്ച് 7 പ്രധാനപ്പെട്ട കാര്യം, മർമ്മപ്രധാനമായ 7 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പുത്രനിൽ, യേശു ക്രിസ്തുവിൽ ദൈവം പാപപരിഹാരം, ശാശ്വതമായ പാപപരിഹാരം നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇവൻ ആരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിശ്വാസം എന്ന് പറയും, വിശ്വാസത്താലാണ് രക്ഷ, വിശ്വാസത്താലാണ് നീതീകരണം, എല്ലാം വിശ്വാസത്താലാണ്. എങ്കിലും ആ വിശ്വാസം ആരിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദ ഒബ്ജക്റ്റ് ഓഫ് ഫെയ്ത്ത്, ആരിലാണ് നാം വിശ്വസിക്കുന്നത്? അത് തിരുവചനത്തിലെ ഈ ഇപ്രകാരം സാക്ഷ്യം തന്ന യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസമാണ് നമ്മൾ രക്ഷിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ഏതെങ്കിലും ഒരു യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. ദൈവം പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്ന നസ്രായനായ യേശുവിനെ ദൈവം മരിച്ചതിൽ നിന്ന് 3-ാമത് ഉയർത്തെഴുന്നേൽപ്പിച്ചു. വളരെ കൃത്യമായിട്ട് ദൈവം പറഞ്ഞു തരികയാണ്, ഇവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവനിൽ മാത്രമേ ദൈവം പ്രസാദിച്ചിട്ടുള്ളൂ, എന്നിൽ പ്രസാദിച്ചിട്ടില്ല. എന്നാൽ ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ
അവനിൽ വിശ്വസിക്കുന്നവരിൽ ദൈവം പ്രസാദിക്കുകയാണ്. എബ്രായ ലേഖൻ പുത്രനെക്കുറിച്ചിരിക്കുന്ന വെളിപ്പാടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് 1-ാം അധ്യായത്തിൻ്റെ എബ്രായ ലേഖൻ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അവനെ എന്ന് പറഞ്ഞാൽ 2-ാം വാക്യം ആരംഭിക്കുന്നത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് അവൻ യേശു ക്രിസ്തു ഈ പുത്രൻ അവനെ താൻ സകലത്തിനും അവകാശിയായി വെച്ചു. ഒന്ന്, സകലത്തിനും അവകാശി. സകലവും എന്ന് പറയുമ്പോൾ അത് സകലവും തന്നെയാണ്. ഈ സകലത്തിനും അവകാശി പുത്രനാണ്. പിതാവ് പുത്രനാണ് ഈ അവകാശങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നാം ഈ പുത്രനിൽ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ ഭാഗവാക്കുകൾ നമുക്കാകാൻ കഴിയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ നമ്മൾ എല്ലാവരിലും അരിഷ്ടരെന്ന് പറയുന്നത്. നമ്മുടെ പ്രത്യാശ ഈ യേശു ക്രിസ്തുവിൻ്റെ അവകാശത്തിൽ പങ്കാളികളായിട്ട് നിത്യതയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒന്നാമതായിട്ട് ഇവിടെ പുത്രനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന അവൻ സകലത്തിൻ്റെയും അവകാശി. രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്നത് പുത്രൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഈ സൃഷ്ടാവാണ്. അപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 2-ാം വാക്യത്തിൽ അവൻ മുഖാന്തരം ലോകത്തെയും ഉളവാക്കി സൃഷ്ടിച്ചു. ഈസ് ക്രിയേറ്റോ. മൂന്നാമത് എഴുതിയിരിക്കുന്ന അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും ആവുന്നു. ഒന്നാമതായിട്ട് അവൻ പറയുന്നത് അവൻ ഈ പുത്രൻ അവൻ്റെ ദൈവമായ പിതാവായ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും. അപ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം നാം പരിശോധിച്ചാൽ AD 325 തുടർന്നുള്ള വിശ്വാസ പ്രമാണങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ നമുക്കറിയാം ഈസ് ലൈറ്റ് ഓഫ് ലൈറ്റ് എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും ഒരേ സത്തയിൽ ഒരേ സമത്വമുള്ള വ്യക്തികളാണ്. ഈ പുത്രനാണ് മൂന്നാമതായിട്ട് നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്, പുത്രൻ സത്തയുടെ മുദ്ര, അവൻ്റെ തത്വത്തിൻ്റെതാണ് ചില പരിഭാഷ ഉള്ളത്. തത്വത്തിൻ്റെ മുദ്ര POC ബൈബിളിൽ അത് സത്തയുടെ എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ അതേ നേച്ചറുള്ള സത്തയുള്ള വ്യക്തിയാണ് പുത്രൻ. അഞ്ചാമതായിട്ട് തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. അതുകൊണ്ട് നമുക്ക് എത്രയോ ആശ്വാസമുണ്ട്. യേശുക്രിസ്തു പുത്രനായ യേശുക്രിസ്തു സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ രക്ഷകൻ മാത്രമല്ല, ഈ ലോകത്തെ അതിൻ്റെ രൂപത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ നിലനിർത്തുന്നത് യേശുക്രിസ്തുവാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം നൽകുന്ന ഒരു വാക്യമാണ്. അതുമാത്രമല്ല ആറാമതായി പറയുന്നത് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. എന്നാൽ പാപപരിഹാരത്തെക്കുറിച്ച് ഞാൻ അല്പം അതിനെക്കുറിച്ച് പറയാൻ പോകുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ നിന്ന് പാപം കൊണ്ടുണ്ടായ നമ്മുടെ മ്ലേച്ഛത, അഴുക്ക്, അശുദ്ധി അത് കഴുകി പ്യൂരിഫിക്കേഷൻ, ക്ലീൻസിങ് ഒക്കെയാണ് അതിനുള്ള ആശയം. പരിഹാരമല്ല. എന്നാൽ ചില പരിഭാഷകളിൽ പരിഹാരമൊന്നുണ്ട്, അത് നമുക്ക് തിരുത്തേണ്ടതാണ്. അത് ആ വാക്കിൻ്റെ അർത്ഥം കഴുകുക. കാരണം പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ പാപം ചെയ്ത ആദാമിൻ്റെ മക്കളും അശുദ്ധിയുള്ളവരാണ്. ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ എബ്രായ ലേഖനം വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ അതാണ്. അവിടെ ദൈവസന്നിധിയിലേക്ക് പോകണമെങ്കിൽ പുരോഹിതനും മഹാപുരോഹിതനൊക്കെ എത്രയോ വൃത്തി വെടുപ്പായി കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് അതിന് രക്തം കൊണ്ട് കഴിയാലും രക്തവുമായിട്ട് മാത്രമേ ദൈവത്തിന് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം നമുക്ക് മർമ്മമായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. എന്നാൽ അവൻ പാപങ്ങൾ ഈ പുത്രൻ ദൈവപുത്രൻ പാപപരിഹാരം ഉണ്ടാക്കി. അതിനുശേഷം എഴുതിയിരിക്കുന്നത് പാപപരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരുന്നു ഇരിക്കുകയും.
പിന്നെ അവന് ദൈവദൂതന്മാരൊക്കെ അവിശ്രമനാമത്തിനും അവകാശിയായതിനും ഒത്തവണ്ണം അവനെക്കുറിച്ചുള്ള ശ്രേഷ്ഠത, അവൻ്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞു ആണ് വരുന്നത് 4-ാം വാക്യം മുതൽ. ഈ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, പാപപരിഹാരം വരുത്തിയ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഈ യേശു ക്രിസ്തുവിൻ്റെ മഹിമകൾ പിന്നെ വർണ്ണിക്കുകയാണ്. അപ്പം അങ്ങനെ നാം പാപപരിഹാരകനെ സംബന്ധിച്ചും പാപപരിഹാരകൻ ചെയ്ത പാപപരിഹാരവും അത് ശാശ്വതമാണ് എന്നും അത് നിത്യമാണ് എന്നും അത് പൂർണ്ണമാണെന്നും അതുവഴി അത് വിശ്വസിക്കുന്ന വഴി നമുക്ക് ലഭിക്കുന്ന വലിയ രക്ഷ അത് നമ്മൾ കരുതണം, ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് എബ്രായ ലേഖനം പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ വാക്കുകൾ പലരോടും ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് കൊണ്ടല്ല, ഇത് ദൈവവചനത്തിലുള്ളത് കൊണ്ടും അതിൻ്റെ പിന്നിൽ ദൈവമുള്ളത് കൊണ്ടും പുത്രൻ്റെ യാഗമുള്ളത് കൊണ്ടൊക്കെയാണ് നാം ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമായി വരുന്നത്. പുത്രൻ ആരെന്ന് നാം മനസ്സിലാക്കണം, വിശ്വസിക്കണം. പുത്രൻ ആര്, അത് നാം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും വേണം. അടുത്തതായി, പുത്രൻ്റെ പാപപരിഹാരം പരിപൂർണവും സദാകാലത്തേക്കും മതിയായതുമാകുന്നു. ഈ ഒരു പരമയാഗം, പുത്രൻ്റെ യാഗം, അവൻ്റെ മഹിമയും അവൻ്റെ സ്ഥാനവും മാനവും നമ്മൾ കണക്കിടുമ്പോൾ ഇത് ശാശ്വത മാത്രമല്ല, സദാകാലത്തേക്കും മതിയായത് ആകുന്നു. ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ഓൾ ടൈം, ഫോർ ഓൾ പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഈ പാപത്തെ സംബന്ധിച്ച് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, പാപം നിമിത്തമുള്ള അഴുക്ക്, അശുദ്ധി കഴുകിക്കളയണം എന്നുള്ളതാണ്. അതിന് പ്യൂരിഫിക്കേഷൻ. എന്നാൽ ഈ പാപപരിഹാരത്തിന് ദൈവത്തിൻ്റെ കണക്കുകൂട്ടലുകളിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തിനൊത്തവണ്ണം പാപത്തിന് ഒരുപാട് കാര്യങ്ങൾ, വിവിധ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു പാപിയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളത് ഇവിടെ ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാലും പാപപരിഹാരം ലഭിക്കണമെങ്കിൽ, പാപക്ഷമ ലഭിക്കണമെങ്കിൽ, നിത്യരക്ഷ കൈവരുത്തണമെങ്കിൽ അതിന് ദൈവം തന്നെ തൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം, തൻ്റെ സ്വഭാവത്തിനൊത്തവണ്ണം ചെയ്താൽ മാത്രമേ ദൈവത്തിന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അത് അപ്രകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ, വിവിധ കാര്യങ്ങൾ പുത്രൻ നമുക്ക് ചെയ്തു എന്നുള്ളതാണ്. ഈ പുത്രനിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് രക്ഷ ലഭിക്കുന്നു. ഒന്നാമതായിട്ട് 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കഴുകണം, നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടണം, നമ്മൾ ശുദ്ധിയുള്ളവരായിത്തീരണം. രണ്ടാമതായിട്ട് നമുക്ക് പാപപരിഹാരം വേണം. അതുകൊണ്ടാണ് നമുക്ക് പരിഹാരകൻ ആവശ്യമായി വരുന്നത്. നമുക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം, അതിന് പ്രൊപ്പീറ്റിയേഷൻ എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. പ്രൊപ്പീറ്റിയേഷൻ ഇംഗ്ലീഷിൽ. അത് നമ്മൾ പഠിക്കുമ്പോൾ ഈ പാപപരിഹാരകനും പാപപരിഹാരം ചെയ്ത പരിഹാര പ്രവൃത്തിയും അത് ദൈവത്തിന് തൃപ്തികരമായിരിക്കണം, അവൻ സംപ്രീതനാകണം. അതിനാണ് പ്രൊപ്പീറ്റിയേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. കാൽവരി മരണം കൊണ്ട് പിതാവ് അത് സംപ്രീതനായി, അതിൻ്റെ അടയാളമായിട്ട് അവന് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് പാപപരിഹാരം, നിത്യരക്ഷ എന്നുള്ളതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ദൈവിക തലത്തിൽ പുത്രനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴാണ് ഇത്ര വലിയ രക്ഷ എന്ന് നാം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രായശ്ചിത്തം എന്നുള്ള ആശയം വരുന്ന 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലാണ്. പ്രായശ്ചിത്തം, പരിഹാരം എന്നുള്ള പാപത്തിന് പരിഹാരവും പ്രായശ്ചിത്തം ആവശ്യമാണ്. അതുപോലെ തന്നെ യാഗം ആവശ്യമാണ്. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം 27-ാം വാക്യം വായിക്കും. 7-ൻ്റെ 27 നമ്മൾ വായിക്കുമ്പോൾ ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തെക്കുറിച്ച് പറയുകയാണ്. യേശുക്രിസ്തു മരിച്ചത് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയല്ല. അവൻ പാപരഹിതനായിരുന്നു. അവൻ്റെ പാപം സംബന്ധിച്ച് അവൻ അർപ്പിക്കുകയാണ് ഉണ്ടായത്. അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തു. ഒരിക്കലായിട്ട് അവനെ തന്നെ സമർപ്പിക്കേണ്ട രക്തം അവൻ ചൊരിഞ്ഞ് അവൻ ജീവൻ നമുക്ക് വേണ്ടി നൽകി എന്നുള്ളത്.
അപ്പോൾ അങ്ങനെ കഴുകുക മാത്രമല്ല, പാപം കൊണ്ടുള്ള അഴുക്ക് കളയണം, അതിന് പ്രായശ്ചിത്തം ആവശ്യമാണ്, യാഗം ആവശ്യമാണ്, രക്തം ചിന്തേണ്ട ആവശ്യമുണ്ട്, രക്തം ചിന്തണം. വിത്തൗട്ട് ഷെഡിങ് ഓഫ് ബ്ലഡ് ദർ ഈസ് നോ സാൽവേഷൻ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തൻ്റെ രക്തം ചിന്തി, ആ രക്തം തൻ്റെ ജീവനെ കുറിക്കുന്നതാണ്. 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണാവുന്നൊരു വിഷയമാണ്. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം ചെല്ലും, രക്തം കൂടാതെ അല്ല, അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. അപ്പം അങ്ങനെ രക്തം കൂടാതെ ദൈവത്തിൽ കടന്നു ചെല്ലാൻ പറ്റത്തില്ല. കാരണം പാപം നിമിത്തം സംഭവിച്ചത് എന്താണ്? മരണമാണ്, ജീവൻ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ആ ജീവനാണ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം. തിരിച്ചു കിട്ടുക എന്നുള്ളത്. അങ്ങനെ പിന്നെ 6-ാമതായിട്ട് നമുക്ക് പാപം ചുമക്കണം. ടു ക്യാരി അവർ സിൻ, ബെയർ അവർ സിൻ. അവൻ ചുമന്ന് കാൽവരി ക്രൂസിൽ കയറി എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങൾ അവന്മേൽ ചുമന്ന് അവൻ കാൽവരി ക്രൂസിൽ നടന്ന് അവൻ യാഗർപ്പിക്കുകയുണ്ട്. അത് ചുമക്കാൻ ഒരാൾ ആവശ്യമാണ്. 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം നാം വായിക്കുമ്പോൾ, ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രതിഷ്ഠണം. ചുമന്നു എന്നുള്ളത്, പാപം ചുമന്നു, ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. ഓഫേർഡ് ഹിംസെൽഫ്, ഓഫറിംഗ് ആണത്, അർപ്പിക്കപ്പെട്ടു. അപ്പം അങ്ങനെ പാപത്തിന് പരിഹാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് മേഖലകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഇത് സദാകാലത്തേക്കും ഏകയാഗമാണ്. അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതയാണ്, അത് ദൈവത്തിന് പ്രസാദകരമാണ് എന്നുള്ളതാണ് എൻ്റെ വിഷയം. 10-ാം അധ്യായത്തിൻ്റെ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 10 വരെയുള്ള 14 വരെയുള്ള വാക്യങ്ങളാണ് ഇതിനെക്കുറിച്ച് ആധാരമാക്കിയിരിക്കുന്നത്. അതിൽ എല്ലാ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആകയാൽ നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം വരുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 12-ാം വാക്യം മുതൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 12 മുതൽ 14 വരെ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗണ പൂർത്തി വരുത്തിയിരിക്കുന്നു. ഇതാണ് കാൽവരി ക്രൂശിൽ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്. സദാകാലത്തേക്കും വേണ്ടി അവൻ്റെ ഏകയാഗത്താൽ സകല പാപങ്ങൾക്കും പരിഹാരം അവൻ ഏറ്റെടുത്ത് ചുമന്ന് അവന് പരിഹാരമായി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. ദൈവം സംപ്രീതിയായി. അതിൻ്റെ അടയാളമായിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വ്യക്തി അവൻ പുത്രനാണെന്നും യേശു ക്രിസ്തു ആണെന്നും തിരുവചനപ്രകാരം നമ്മൾ വിശ്വസിക്കണം. കാൽവരി യാഗത്തിൽ വിശ്വസിക്കണം. ദൈവം സംപ്രീതനായി എന്ന് വിശ്വസിക്കണം. അതിൻ്റെ അടയാളമായിട്ട് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് നിത്യരക്ഷ ദൈവം നൽകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പാപപരിഹാരത്തെക്കുറിച്ച് നമുക്ക് അല്പം പഠിക്കാനിടയായി. അങ്ങനെ ദൈവമുണ്ട്, ദൈവം പരിശുദ്ധനാണ്. ആദാം നിമിത്തം പാപത്താൽ മരണവും നമ്മളിലേക്ക് കടന്നു, ഭൂമിയിലേക്ക് കടന്നു. നമ്മൾ പാപത്താൽ നമ്മൾ മരണത്തിന് യോഗ്യരായി. അതിന് പരിഹാരമായിട്ട് യേശു ക്രിസ്തു സദാകാലത്തേക്കും ഏകയാഗത്താൽ അതിന് പരിഹാരം വരുത്തിയിരിക്കുകയാണ്. ഇത്ര വലിയ രക്ഷയെ സംബന്ധിച്ച് കേട്ട വചനം അതാണ് നിങ്ങളെ ഒരിക്കൽ കൂടി കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ മലയാള ശുശ്രൂഷ തുടങ്ങി 3-ാമത്തെ വർഷമാണത്. ഞങ്ങൾ പറയുന്ന ഏക വിഷയമേ ഉള്ളൂ, നിങ്ങൾ രക്ഷിക്കപ്പെടണം. ഈ ഇന്നത്തെ സന്ദേശ സാരം ഇതാണ്. ഇത്ര വലിയ രക്ഷയെ സംബന്ധിച്ച് കേട്ട വചനം ശ്രദ്ധിക്കണം, കരുതണം, സൂക്ഷിക്കണം. നമ്മൾ അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖൻ പിന്നെയും നമ്മൾ ഓർപ്പിക്കുകയാണ്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാലും അവനാരാണ്, അവനെന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ട ആലോചനകൾ നൽകുകയും ഞങ്ങൾ വിശ്വസിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അത് ശ്രദ്ധിക്കാനും കരുതാനും
ദൈവം ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം.